ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കറി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി രാവിലെ വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് മുട്ട വറുക്കുക, പൊരിയിൽ പോലെ ആക്കാത്ത സാധനങ്ങളൊക്കെ എടുക്കാനാണ് അതിനുള്ളത്. നമ്മൾ മുട്ട വറുക്കാനുള്ള സവോള, ഒരു തക്കാളി, രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കട്ട് ചെയ്ത് നമ്മൾ മുട്ട പൊരിക്കുന്ന അപ്പം പോലെ, അതായത് ദോശ ടൈപ്പിൽ നമ്മൾ പൊരിക്കുന്നതല്ലാതെ ഈ സവോളയൊക്കെ ഇട്ട് നമുക്ക് ഒത്തുപ്പൊരി പോലെ ഇല്ലേ, അങ്ങനെ ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സവോള എടുത്ത് രണ്ടെണ്ണം എടുത്ത് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനും അനിയത്തി ബാങ്കിൽ പോയിരിക്കുന്നു. ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കാം എന്നൊരു പ്ലാനിൽ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് പച്ചമുളക് നമ്മുടെ ഇവിടെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ടവരാണെങ്കിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. പച്ചമുളക് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചമുളക് ചെടിയിൽ നിന്ന് എല്ലാം വലിച്ചിവിടെ സ്റ്റോക്കാണ്. അപ്പോൾ കുറച്ച് പച്ചമുളക് നമ്മുടെ പച്ചമുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു എട്ട് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണം ഗൈസ്. കമോൺ, നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യാൻ സവോള എല്ലാം കട്ട് ചെയ്യണം. പച്ചമുളക് അതുപോലെ തക്കാളി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാനുണ്ട്. സവോള ഞാൻ ആദ്യം ഒന്ന് സെൻറ്ററിൽ ആ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ടാട്ടോ പറിക്കുന്നത്. വേറെ ഒന്നുമല്ല, കത്തിയും കൊണ്ട് ആക്കേണ്ട, കൈ കൊണ്ട് പറിച്ചാൽ കിട്ടും എന്നൊരു ധാരണ കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെ, ചിലർക്ക് കത്തി കൊണ്ടായിരിക്കും എളുപ്പം. എനിക്ക് പെട്ടെന്ന് കൈ കൊണ്ട് പറിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ കഴുകിയിട്ടാണ് കട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ കൈ കൊണ്ട് ഞാൻ പിച്ച് പൊളിക്കുന്നത്. ചിലർ കാണുമ്പോൾ ഇതെന്താ കൈ കൊണ്ട് പിച്ച് പൊളിക്കുന്നത് തോന്നും. ബട്ട് എനിക്ക് കൈ കൊണ്ട് എളുപ്പമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ പറിക്കുന്നുള്ളൂ. വേറെ ഒന്നും വിചാരിക്കല്ലേ. എന്നിട്ടും സവോളയൊക്കെ നന്നായി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. സവോള അതുപോലെ തക്കാളി, പച്ചമുളക് ഇതെല്ലാം നന്നായി നൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സവോളയും തക്കാളി എല്ലാം ഇതാക്കുന്നത്. ഓരോ രീതിയായിരിക്കും. ചിലർ നൈസായി കട്ട് ചെയ്യും, ചിലർ നല്ല വ്യത്യാസമായി കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മുട്ട പൊരിക്കാനുള്ള റെഡിയാക്കണം. ഓയിൽ, സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം റെഡിയാക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ക്യാമറ വെക്കാൻ ഒരു സൗകര്യമില്ല. എനിക്ക് ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കാനും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കൈയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് ക്യാമറ എവിടെയെങ്കിലും വെക്കാനും ഒന്നും ഇതില്ല. എന്താണെങ്കിൽ അവിടെയും വെച്ചാൽ ഫോൺ ചവിട്ടി ചാടും, ആ ലെവലാണ്. അവിടെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനിങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും ആരും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ സവോള കട്ട് ചെയ്തത് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച്, അതുപോലെ തക്കാളിയും പച്ചമുളകും എല്ലാം ആ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പാത്രം ഞാൻ അടിപൊളി എടുത്തിട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടിക്ക് നമുക്ക് കിടക്കുന്നത്. അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞു ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് ആ പാത്രം കഴുകിയിട്ട് അതിൽ തന്നെ മുട്ട വറുക്കാൻ വിചാരിച്ചു കേട്ടോ. ആ ചീൻചട്ടി തന്നെ 2-3 ചീൻചട്ടി ഉണ്ട് നമുക്ക്, പക്ഷെ അത് കാണാനില്ല. അമ്മ അവിടെ കഴുകി കമിഴ്ത്തി വെച്ച് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ അതിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഒരു സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അടുത്ത സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. ചീൻചട്ടി, ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസ് കത്തിച്ചു. ഗ്യാസ് ഞാൻ ആദ്യം ഓൺ ചെയ്ത് കത്തിച്ചതാണ് കേട്ടോ ആക്ച്വലി. എന്നിട്ട് ഞാൻ എന്തോ ഓയിൽ എടുക്കാനോ ചട്ടി എടുക്കാനോ പോയപ്പോൾ സംഭവം കെട്ടുപോയി. ഞാൻ വന്ന് നോക്കുമ്പോൾ ഗ്യാസ് ഓഫായിരിക്കും. ഞാൻ സിമ്മാക്കി വെച്ചാണ് സംഭവം ഓഫായി. ക്യാമറ എനിക്ക് ഫോൺ വീണൊന്നും ടെൻഷൻ കൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ അടിയിൽ കൂടെ വരുന്നത്, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്നിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി തുടങ്ങാനായിട്ട്. ഓയിലെടുക്കണം. പിന്നെ നമ്മുടെ മുറിച്ച് വെച്ച സവോള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം എടുക്കണം കേട്ടോ. അതെടുക്കാനുള്ള അത്ര പാടില്ല. എനിക്കാണെങ്കിൽ ക്യാമറയും നോക്കണം, ആ സാധനങ്ങൾ എടുക്കണം, എല്ലാം കൂടി ഇതായത് കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് ഒരു മയത്തിൽ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് കെട്ടി പോയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഗ്യാസ് ഓൺ ആക്കിയതാണ്. അത് ഗ്യാസ് ഞാൻ സിമ്മാക്കലും ഗ്യാസ് കെട്ടുപോയി. ഞാൻ വിചാരിച്ചു ഗ്യാസ് കത്തുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഓയിലൊക്കെ എടുത്തിട്ട് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസ് കെട്ടിരിക്കും. അപ്പോൾ 2ാം പ്രാവശ്യം ഗ്യാസ് കത്തിക്കേണ്ടി വന്നു കേട്ടോ. 2ാം പ്രാവശ്യം ഗ്യാസ് കത്തിച്ചിട്ടാണ് ഞാൻ ചട്ടി വെക്കുന്നത്. നമ്മുടെ ചട്ടി വെച്ച് ഏകദേശം നല്ല നമ്മൾ ഒരു മീഡിയം സിമ്മിൽ ഞാൻ ആക്കി വെച്ചു കേട്ടോ. സിമ്മിലാക്കി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ നമുക്ക് തവി എടുക്കാനുണ്ട്. ഗ്യാസൊക്കെ കുറച്ച് എനിക്ക് ചൂടാവുന്നുള്ളൂ. ചട്ടി അപ്പോൾ ചൂടായ ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേ, കഴുകിയപ്പോൾ അതൊക്കെ അപ്പോൾ കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. നന്നായി ഡ്രൈ ആവാൻ വേണ്ടിയാണ്. എന്നിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് നമ്മൾ നോർമൽ ഓയിൽ തന്നെ, സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കും, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കും, റെയറാണ് കേട്ടോ, അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് എനിക്ക് ക്യാമറയിൽ കണ്ടു ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ചട്ടി ചൂടായിട്ട് അപ്പോൾ ഞാൻ സിമ്മാക്കി വെച്ചിട്ടാണ് ഓയിൽ ഒഴിക്കാൻ നോക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാറ്. എല്ലാവരും ചിലപ്പോൾ ചില വ്യത്യാസമായിട്ടായിരിക്കും. ചിലർ വെളിച്ചെണ്ണ, അങ്ങനെ ഞങ്ങളിതാണ് പിന്നെ ഉപയോഗിക്കാറ് കേട്ടോ, വെളിച്ചെണ്ണയെക്കാളും. അപ്പോൾ ആ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. ആ തട്ടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ
സവോളയും പച്ചമുളകും ഇതിലേക്ക് തട്ടി നന്നായി വഴറ്റിയ ശേഷമാണ് അടുത്തത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായി സവോളയും പച്ചമുളകും വഴറ്റണം. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വേറെ ഒന്നുമല്ല, എനിക്ക് ക്യാമറയും ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു അത് ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കാണ്ടിരുന്നത്. സവോള നന്നായി വഴറ്റാൻ വേണ്ടി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. സവോള വഴറ്റി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു സമയമാവുമല്ലോ. അപ്പോൾ അത് നന്നായി വഴറ്റിയ ശേഷം എന്നിട്ട് വേണം ലാസ്റ്റ് പച്ചമുളകും തക്കാളിയും. സവോളയും പച്ചമുളകും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിടാൻ പറ്റത്തുള്ളൂ, തക്കാളി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇടാവട്ടായിരുന്നു നിന്നത്. അപ്പോൾ അത് ഏകദേശം വഴറ്റുമ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കുന്നുണ്ട്, അത് വഴറ്റും വേണം, എനിക്ക് ക്യാമറ ഫോൺ വീണ്ടും ഒന്ന് നോക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ മുടി ഇടയിൽ കൂടെ വന്ന് കയ്യിൽ വെള്ളമായി അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് കൈയെല്ലാം മാറ്റി ബാക്കിലൊക്കെ പോകുന്നു, വേറെ ഒന്നുമല്ലേ. അപ്പോൾ അതൊക്കെ വഴറ്റുന്നുണ്ട്, നന്നായി ചൂടാവുന്നുണ്ട്. അപ്പോൾ അമ്മ വേറെ ചട്ടകമാണ് ഉപയോഗിക്കുക, ഈ തവിയല്ല ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഏകദേശം വഴറ്റി ഒരു ലെവലായി വരുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. കണ്ടോ കുറച്ച് ഇതാപ്പേക്കും അനിയത്തി അവർ ബാങ്കിൽ പോയി വന്നു. അപ്പോൾ അനിയത്തി 2 മുട്ട കൊണ്ട് വെച്ചിരുന്നു. ഇത് ഞാൻ മുറിച്ച് വെച്ച തക്കാളിയാണ്. അപ്പോൾ ഇനി അത് കയ്യിലേക്ക് ഉടച്ചിടണം. പിന്നെ നമ്മൾ അടുത്തത് തക്കാളി അതിലേക്ക് ഇട്ടു കേട്ടോ. അത് അനിയത്തി വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത ഒരാളായി. അപ്പോൾ അവൾ വേഗം വീഡിയോ എടുത്തു തന്നു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ശരി വേണ്ടിയിട്ട് ഞാൻ തക്കാളിയൊക്കെ വേഗം വയറ്റിന് ഞാൻ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവളുടെ ഫോൺ കൊടുത്തപ്പോൾ അവൾ വേഗം എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി കട്ട് ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ. തക്കാളി കൂടി നന്നായി വഴറ്റിയ ശേഷം മാത്രമേ നമ്മൾ മുട്ട ഉടച്ചിടുള്ളൂ. എല്ലാവരും ഏകദേശം ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചെയ്യും തോന്നുന്നു ഏകദേശം. നമ്മൾ അച്ഛന് ഉണ്ടാക്കുമ്പോൾ അച്ഛനും ഇങ്ങനെ ഉണ്ടാക്കാനുണ്ടോ കൂടുതൽ ഇഷ്ടം. നമുക്ക് പക്ഷേ ദോശ പോലെ അപ്പം പോലെ നമ്മൾ പൊരിക്കൂലേ മുട്ട, അങ്ങനെ ഓംപ്ലേറ്റ് പോലെ വലിപ്പത്തിൽ അങ്ങനെയാണ് നമുക്കിഷ്ടം. പക്ഷെ നമ്മൾ ഇങ്ങനെ പൊരിക്കണമെന്നേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിലേക്ക് നന്നായി വഴറ്റിയ ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒരു ഭംഗിക്ക് വേണ്ടി ഇച്ചിരി ഒരു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്